ഒന്നുമില്ല, എഡ്യൂക്കേറ്ററിന്റെ അടുത്ത് നന്ദി, അത്രേ ഉള്ളൂ. ഹായ്, എന്റെ പേര് നിത പോൾ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോ MBBS-ന് വെയിൽസ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ചെന്നൈയിൽ അഡ്മിഷൻ എടുത്തേക്കും. പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇത്ര വർഷം എന്തിന് പ്രത്യേകിച്ച് ഒരു പെണ്ണായതുകൊണ്ട് ഇത്ര വർഷം എന്തിന് കളയണു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ ഓൾ നമ്മുടെ പാഷനിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഐ ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. പ്രാവശ്യം ഈ പറഞ്ഞ പോലെ എഴുതുമ്പോഴും ആൾക്കാർ പറയും ഓരോ കൊല്ലം പോണു എന്ന് പറയും. പക്ഷെ ഞാൻ കൂടുതല് സപ്പോർട്ട് ആൾക്ക് കൊടുത്തു. വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷർ ഒന്നും ഉണ്ടായിട്ടില്ല, ലൈക് നിർത്തണം, ഇനിയിപ്പോ പഠിക്കണ്ട, ലൈക് സൊസൈറ്റി പറയണ പോലെയൊന്നും വീട്ടുകാർ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അല്ലായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ, ആ ഒരു ഫ്രീഡം ഒക്കെ കിട്ടിയിട്ടുണ്ട്. പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഓക്കെ ആയിരുന്നു. പിന്നെ അക്കാഡമിക്കലി വൈസ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ലൈക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടാക്കിൾ ചെയ്യാൻ എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അജിനെ ചേച്ചി മമ്മീനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അങ്ങനെയാണ് എഡ്യൂക്കേറ്റിലേക്ക് എത്തിയത്. 5 വർഷത്തോളമായി കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ +1 തൊട്ട് അജിനെ ചേച്ചി വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കായിരുന്നു. ഇനി അടുത്ത എന്താണ് നോക്കണേ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു, ഇപ്പൊ ചേച്ചി സഹായം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് അങ്ങനെ കൗൺസിലിംഗ് 2025 കൗൺസിലിംഗ് ഫുള്ള് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാരോൺ സാർ ആണെങ്കിലും ഷിബിൻ സാർ ആണെങ്കിലും എല്ലാവരും ലൈക് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഞാനിപ്പം ലൈക് എനിക്ക് ആക്സസ് ചെയ്യാൻ കുറെ കൂടി എളുപ്പമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തന്നെ ചേച്ചി ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും കുറെ കൂടി ആക്സസിബിൾ ആയിരുന്നു. ഇപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അജിനെ ആയാലും പറഞ്ഞുതരും, സാറായാലും പറഞ്ഞു തരുമായിരുന്നു, ഷാരോൺ സാറായാലും. ഫ്രണ്ട്സ് ലൈക് എന്റെ ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്ന ആൾക്കാരോട് ലൈക് ഇത് എടുക്കാൻ ഞാൻ പറയും. അതേപോലെ നിത എക്സാം കഴിഞ്ഞു വന്നപ്പോഴേ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും നല്ലൊരു മോട്ടിവേഷൻ തന്നത് അജീന തന്നെയായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ല, ഇവള് ഇപ്രാവശ്യം എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഡിഫിക്കൽട്ട് ആയി പോയില്ലേ, അതിന്റെ ബുദ്ധിമുട്ടിന് ഇതൊക്കെ ഉണ്ടായിരുന്നു. മെന്റലിയും കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അതിനും താങ്ക്സ്. ഒന്നുമില്ല, എഡ്യൂക്കേറ്ററിന്റെ അടുത്ത് നന്ദി, അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അജീനയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ അത്രയും നാളുകള് നമ്മ കണക്ഷനായി. അത് +1 തൊട്ട് ഇങ്ങനെ ലൈക് റിയൽ ലൈഫ് ഇൻസിഡൻസും എല്ലാം കൊണ്ടും ഒരു പാഷൻ ഉണ്ടായിരുന്നു ഇതിലേക്ക് എത്തണം എന്നുള്ളത്. അങ്ങനെ ലൈക് നീറ്റ് ഒരു 3 year റിപ്പീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഫൈനലി ലൈക് MBBS-ലേക്ക് എത്തിയപ്പോ